കുവൈറ്റിൽ തൊഴിലുടമയിൽ നിന്ന് നിരന്തരം ഉപദ്രവം നേരിട്ട നിർധന യുവതിയെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവുമായി ബന്ധുക്കൾ. കായംകുളം ആസ്ഥാനമായുള്ള ഏജൻസിയാണ് വാഗ്ദാനം ചെയ്ത ജോലി നൽകാതെ മറ്റൊരു ജോലി നൽകി വഞ്ചിച്ചത്. സംഭവത്തിൽ ബന്ധുക്കൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. സാമ്പത്തികമായി തീർത്തും പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഒരു താങ്ങാകുക ലക്ഷ്യമിട്ടാണ് 2 മാസം മുമ്പ് ഗോതുരുത്ത് സ്വദേശിനി സ്മിത വിദേശത്ത് ജോലിക്കായി പോയത്. ഷോപ്പിംഗ് മാളിൽ ക്ലീനിംഗ് സ്റ്റാഫ് എന്ന പേരിൽ കായംകുളത്തുള്ള ഒരു ഏജൻസിയാണ് വിസ എടുത്തു നൽകിയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അറബിയുടെ വീട്ടുജോലിക്കാരിയായാണ് സ്മിതയ്ക്ക് ജോലി ലഭിച്ചത്. പിന്നീട് സമാനതകളില്ലാത്ത പീഡനങ്ങൾക്ക് സ്മിത ഇരയാകുകയായിരുന്നു. അവിടെ ഭക്ഷണമില്ല, 24 മണിക്കൂർ പണിയാണ്. വെള്ളം പോലും കിട്ടില്ല. ഒരു നേരമൊക്കെ അവർ കൊടുത്ത് അവിടെ ഒരു ഭാര്യയും അച്ഛനെന്തെന്നറിയില്ല, 2 മക്കളുമാണുള്ളത്. അപ്പോൾ കുറേ നിലകളുണ്ട്, 3-4 നിലയുണ്ട് വീട്. അപ്പോൾ അവിടെ തുടയ്ക്കലും കാര്യങ്ങളും തുടച്ചോടെ തന്നെ കുറേ പ്രാവശ്യം തുടപ്പിക്കുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കൂടെ ഉള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾ ഇതേപോലെ തന്നെ പോയി, 1 മാസം ശമ്പളം കിട്ടിയപ്പോൾ ഇറങ്ങിപ്പോയി, മിണ്ടാണ്ട് പറഞ്ഞ് പോയി. ഫുൾ ക്യാമറയിന്. അപ്പോൾ ഒരു ബാക്കിലെ ഡോർ വഴി ഇറങ്ങിപ്പോയി. അതിന്റെ പേരിൽ പോലീസൊക്കെ അന്വേഷിച്ച് നടന്നിരുന്നു. പിന്നെ അതിനൊരു വിവരം ഉണ്ടായിരുന്നില്ല. സഹായത്തിന് ആരുമില്ലാത്ത യുവതിയുടെ 4 പെൺമക്കളും ഭർത്താവും പലവട്ടം കായംകുളത്തുള്ള ഏജൻസി ഉടമ സലിമിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്മിതയെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടായില്ല. രൂപവും കാര്യങ്ങളും ചായയൊക്കെ മാറ്റി, ഈ ഭക്ഷണമൊന്നുമില്ല, അങ്ങനെയാണ്, ഈ ഭയങ്കര തണുവാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാശ് നമുക്ക് അങ്ങനെ മോഹിച്ചിട്ടൊന്നുമല്ല. ഇപ്പം പുള്ളിക്കാരത്തെ ഇങ്ങനെ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണമെന്നാണ് ഞങ്ങളുടെ പിള്ളേരുടെയും എൻ്റെ ആഗ്രഹമാണ്. ഇതിനിടെ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സ്മിത ഇന്ത്യൻ എംബസിയിൽ അഭയം തേടുകയായിരുന്നു. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ് ഈ കുടുംബം കഴിയുന്നത്. ഈ അവസ്ഥയാണ് ഈ വീട്ടിലെ ഗൃഹനാഥയെ ഒരു ജോലിക്കായി വിദേശത്തേക്ക് എത്തിച്ചത്. എന്നാൽ ഏജൻസിയുടെ അനാസ്ഥ കാരണം അതും വൃഥാവിലായി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടതാണ് ഈ കുടുംബത്തിന് ആകെയുള്ള പ്രതീക്ഷ ഇപ്പോൾ. മനു കൃഷ്ണയ്ക്കൊപ്പം ബീന റാണി, ജനം, കൊച്ചി.